നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ക്ലൈമറ്റ് ഏതാ? ക്ലൈമറ്റ് അല്ല, ഏറ്റവും ഇഷ്ടം ഒരു സ്ഥലത്ത് പോയി ഇരിക്കാൻ ഇഷ്ടമുള്ള ഒരു സ്ഥലം. ആൽക്കഹോളിക് വെതർ. അതായത് മഴ. മഴ കഴിഞ്ഞുള്ളത്, മഴയല്ല, മഴ കഴിഞ്ഞ ആ മഞ്ഞും ആ തണുപ്പും ആ മറ്റേ പച്ചപ്പും. ഞാൻ പറഞ്ഞ് കംപ്ലീറ്റ് ആക്കട്ടെ. മഴ കഴിഞ്ഞുള്ള മഞ്ഞും തണുപ്പും പിന്നെ ആ കുളിർമയും പിന്നെ ആ പച്ചപ്പ്, ആ മറ്റേ പച്ചപ്പ് ഹരിതാവ്, ഈ ഇലകൾക്കിടയിൽ കൂടെ മഴത്തുള്ളികൾ ഇങ്ങനെ തുള്ളി നൈസ് അല്ലേ? അതൊരു പീസ് മൂടാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ മറ്റേ ഇവിടെ പോയെന്ന് പറഞ്ഞില്ലേ, വേലാപ്പുര ഹിൽ ടോപ്പ്. അത് മഴ കഴിഞ്ഞ എന്തോ അടിപൊളിയാണ്. ആ കഫേയിൽ ഇങ്ങനെ ഇരുന്ന ഓരോ ചായയൊക്കെ കുടിച്ച് ചായയും മാഗി നൈസായിരുന്നു. ഈ ബീച്ച് മൂഡും എനിക്ക് ഇഷ്ടമാണ്. ബീച്ച് മൂഡ് വൈകിട്ട് പക്ഷേ ഏതാ മറ്റേ ക്രൗഡുള്ള ബീച്ചല്ല, നമ്മളൊരു കുറച്ച് നേരം ഇങ്ങനെ സൺസെറ്റ് ബിയർ മനസ്സിലായല്ലോ. ഒരു സിഗ്. നിനക്ക് എവിടെ പോകാൻ ഇഷ്ടം? അവന് പഴം വാങ്ങിച്ചു, പഴവും പാലും പഴവും മറ്റേ പാമ്പിനെ പോലെ പാലും പഴവും. ഇപ്പൊ ഡയറ്റ് ടോക്ക് തുടങ്ങിയിട്ടുണ്ട്. നല്ല പീസായിട്ട് ഇരിക്കുമ്പോ ഒരു ബ്രീസ് ആയിട്ടുള്ള കാറ്റടിക്കുമ്പോ ഉള്ള ഒരു ഫീൽ ഉണ്ടല്ലോ, ബ്രീസ് ആയിട്ട് കാറ്റില്ല, അതിന് ബ്രീസ് എന്നാ പറയുന്നത്. ബ്രീസായിട്ട് കാറ്റടി നല്ല വൈബായിരിക്കും. അപ്പൊ നല്ല വൈബാണ്. ഒരു കാപ്പിയൊക്കെ ഉണ്ടെങ്കിൽ മഴ കഴിഞ്ഞിട്ടുള്ളതല്ലേ അതല്ല, അല്ലെങ്കിലും നൈസാണ്. എനിക്കിപ്പോ മഴ പെയ്യാൻ അത്യമാണ് നനഞ്ഞു പോകാൻ തന്നെ ഇഷ്ടം. ഞാൻ മഴ പെയ്യാൻ ബൈക്ക് എടുത്തു, മഴയത്ത് ബൈക്കിൽ പോകുന്ന പോലെ ഉള്ളൊരു സുഖം. പക്ഷെ ഇത് മറ്റേ ഫക്കാവുന്ന സീനുണ്ട്. ഒരു ജോലിക്ക് എന്തിനും ആവശ്യത്തിന് പോകുമ്പോ മഴ പെയ്യുമ്പോ സീനാ, നമുക്ക് ദേഷ്യം വരും. മഴയത്ത് നനഞ്ഞോണ്ട് വണ്ടി ഓടിക്കുന്ന നൈസ് ഒരു ഫീലാണ്. അതെ, പക്ഷെ ഇതുപോലെ നനയാൻ പറ്റാത്ത മറ്റേ കൺക്ലൂഷനാ എക്കോ ചേമ്പർ അല്ല. അതൊരു കോളേജിലൊക്കെ പഠിക്കാൻ മഴയുള്ള ദിവസങ്ങളൊക്കെ തിരിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടം മഴ നനഞ്ഞു പോകാൻ. ചില സമയത്ത് അങ്ങോട്ട് പോകുന്ന സമയത്തായിരിക്കും മഴ പെയ്യുന്നത്. ക്ലാസ്സിൽ നീ ക്ലാസ്സിൽ കയറാറുണ്ടായിരുന്നു? നീ സ്കൂളിലൊക്കെ പോയിട്ടുണ്ടോ? പക്ഷെ ഏറ്റവും പോസിറ്റീവ് അറിയും ബൈക്കിൽ പോകുമ്പോഴായിട്ടാണ് മഴ പെയ്ത് കഴിഞ്ഞാൽ എവിടെയെങ്കിലും കയറി നിൽക്കണം. ഞാനിപ്പോ ആ മൂടല്ലെങ്കിൽ അതൊരു മുട്ടം പോസ. മഴ അന്നാളെ മുടിയാനായിട്ട് തീരത്തുമില്ല, നമ്മളിങ്ങനെ നോക്കിയിരിക്കണം മഴ. ചില സമയത്ത് അങ്ങനെ പോസ്റ്റ്, പക്ഷെ കൂടെ ഒരുത്തനുണ്ട സീനില്ല കേട്ടോ. ആരെങ്കിലും ഉണ്ട രസമാണ് ഇങ്ങനെ വലിയ ഇത് തീരുന്നില്ലല്ലോ. പിന്നെ രാത്രി എനിക്ക് നനഞ്ഞേക്കാം പോവാം. പിന്നെ ഒന്ന് നനഞ്ഞു കഴിഞ്ഞാൽ ഹെവിയാ. നൈസായിട്ട് ബൈക്ക്, അതും ഈ ട്രാഫിക് ഒന്നും ഇല്ലാത്ത നല്ല റോഡാണെങ്കിൽ ബൈക്കിങ്. ഞാൻ കോളേജ് കഴിഞ്ഞ സമയത്ത് എറണാകുളത്ത് കുറച്ച് ഒരു 7 മാസം ഉണ്ടായിരുന്നു. അന്നേരം ഇതുപോലെ മഴ അങ്ങോട്ട് പോകുമ്പോഴും മഴയായിരിക്കും, ഇങ്ങോട്ട് വരുമ്പോഴും മഴയായിരിക്കും. ഒരുമാതിരിപ്പെട്ട എല്ലാ സമയവും ബൈക്ക് ബുള്ളറ്റേലാണ്. ഒറ്റയ്ക്ക് പോകാൻ നൈസാ കേട്ടോ. ഒറ്റയ്ക്ക് പോകാൻ അടിപൊളി. ട്രാഫിക് അല്ല, മഴയത്ത് ഈ ബൈക്ക് ഓടിച്ചു പോകാൻ നല്ലത്, ഒറ്റയ്ക്ക് പോകാൻ അടിപൊളി. മറ്റേ നമ്മുടെ പോസ്റ്റ് കിട്ടുമ്പോൾ മാത്രമേ ഉള്ളൂ. അതാ എൻജോയ്. നമുക്കപ്പോൾ മനസ്സിലായി നല്ല ഫ്ലോ ഇങ്ങനെ ഫ്ലോ സ്റ്റേറ്റിലങ്ങ് പോകും. ഭയങ്കര രസമാണ്. പക്ഷെ ഇത് നേരെ ഉൾട്ടാണ് നമ്മളത്. വെയിലത്ത് ബൈക്ക് ഓടിക്കുന്ന ഒരു സീനോ ഇവിടുന്ന് ഇവിടം തൊട്ട് മറ്റേ ഉടുപ്പില്ലാത്ത ഭാഗത്തെല്ലാം ഇങ്ങനെ കരിഞ്ഞങ്ങ് പോകും. എന്റെ ദൈവം, അത് പണ്ട് ഈ സീനില്ല, ഇപ്പൊ ഭയങ്കര. അതായത് ഒരു നമുക്ക് മനസ്സിലായി ഇത് മറ്റേ വെയില് കൊണ്ട് ഇതാവുന്നല്ല, നമുക്ക് മനസ്സിലായി. 2 മിനിറ്റ് ചുമ്മാ ഇങ്ങനെ പുറത്ത് വെച്ചിട്ട് നോക്കിയാലും മതി, ഇവിടെ ഇത്രയും ടാനാവും. ടാൻഡ് അല്ലടാ, എന്തോ വൾഗറാവുന്നല്ലേ ഇവിടെ ഇങ്ങനെ. ഞാൻ ഒരു സാറെ ബൈക്ക് ഓടിച്ചു വന്നപ്പോ ഉണ്ടല്ലോ, വീട്ടിൽ എത്തി ഞാൻ നോക്കി ഇവിടെ ഉണ്ടല്ലോ എന്തോ ഈ പുഴുത്തിരിക്കുന്ന പോലെ അതുപോലെ കരിഞ്ഞ് ഭയങ്കര ഷോ. പിന്നെ പൊടി അതൊക്കെ ആലോചിക്കുമ്പോളാ ബൈക്ക് ഓടിക്കാൻ തോന്നുന്നു. ചുമ്മാ പുറത്തോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ വായിക്കാത്തല്ല മറ്റേ തലയെല്ലാം മണ്ണ് മുടിയെല്ലാം കൂടെ ഒട്ടി ഭയങ്കര പൊല്യൂഷൻ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ബൈക്ക് യാത്ര ഇല്ലെന്ന്. ഇതുപോലെ മഴയുള്ളപ്പോഴും രാത്രിയിലും ഒക്കെ അതിരാവിലെ അല്ല രാത്രി. ഞാനും ഇപ്പൊ അങ്ങനെ ബൈക്ക് ഉപയോഗിക്കാറേ ഇല്ല സത്യം പറഞ്ഞാ. ഒരു 9:30 to 4 മണി വരെ വെളിയിറങ്ങാറില്ല സത്യം പറഞ്ഞാൽ. ഈ ഒരു പ്രശ്നം കാരണം എന്തോ വെയില് ഇവിടെ എല്ലായിടത്തും. ഇറങ്ങുവാന്നേലും കാറിനകത്ത് തന്നെ പോകത്തുള്ളൂ. അതെ, പുറത്തിറങ്ങി നിൽക്കുന്ന പരിപാടി അങ്ങനെ. ഇപ്പം ബൈക്കിൽ പോവാണെങ്കിൽ കാറിൽ പോകുന്നതിന്റെ പകുതി ചെലവേ ഉള്ളൂ. പക്ഷെ എന്നാലും സാരമില്ല, വെയിലും ഉള്ളതുണ്ടല്ലോ എന്നുള്ളതാണ്.
നീ ഒന്ന് പറഞ്ഞ എന്തേലും ഞങ്ങളൊന്ന് നോക്കട്ടെ. മറ്റേ ഓവി ഉണ്ടാക്കുന്ന പോലത്തെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലത്തെ അല്ല. അതല്ലേ ഇപ്പൊ ഇവനോട് നീ ഒന്ന് പറഞ്ഞ, ഇപ്പൊ നമ്മളോട് പറയാം നീ ഒരു തമാശ പറഞ്ഞു, തമാശ ഏക്കത്തില്ല, ഏത് തമാശ പറഞ്ഞാലും ഏക്ക. അതുപോലെ ഇപ്പൊ ഇവനോട് നീ ഒരു കാര്യം പറയാന്ന് പറഞ്ഞാൽ ഇവൻ ഒരു കാര്യം പറയാൻ അല്ലേലും പറയാം. ഇപ്പം നമ്മളോട് ഒരാള് പറയാ നീ ഒരു തമാശ പറഞ്ഞു, എന്ത് പറയല്ലേ? ഞാൻ ടിന്നുമോൻ കോമഡി പറയും. അല്ലല്ല അന്ന് ഞാൻ പറഞ്ഞത് മറ്റേ ശംഭുവണ്ണന്റെ മറ്റേ ചിരിക്കാൻ പറ്റുന്നത് ആകെ ഡേർട്ടി ജോക്സ് മാത്രമല്ല അപ്പൊ പറയാൻ. പക്ഷെ അതാണെ മറ്റേ എപ്പോഴും പറയാനും പറ്റത്തില്ല. എന്ത് കോമഡി പറയും. തമാശ പറ നോക്കട്ടെ. ഓ ഇനിയിപ്പം അത് പറഞ്ഞ ഏക്കത്തില്ല, വെറുതെ എന്തിനാ ആളിയുന്നു. അതെ നീ എന്തുവാടാ എക്കോയോ? അതെ എടാ നീ സ്വന്തമായിട്ട് കാര്യം പറ. ഞങ്ങൾ ഓരോന്ന് പറയുന്നതിന് ബാക്കി സ്വന്തമായിട്ട്. ലൈഫിൽ ഏറ്റവും കൂടുതൽ ലോങ് ഡ്രൈവ് ചെയ്ത് എവിടെയായിരിക്കും? ഞാൻ പോയേക്കുന്നത് നമ്മുടെ ധനുഷ്കോടി, രാമേശ്വരം ആ സ്ഥലമല്ലേ. ഞാനിവിടെ മുംബൈ. ആ നീ ബൈക്കാണ്. ഞാൻ അവിടെ രാമേശ്വരം, അത് കാറില്ല കേട്ടോ പോയ. എന്റെ ഒന്നടാ ചാന്തിയൊക്കെ ഉണ്ടല്ലോ. ബൈക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ അടിപൊളിയാ, കുറച്ചേരം മറ്റേ ചന്തി വേറെ കാതുള്ളൂ. ഞാന് ആദ്യം എറണാകുളത്ത് കുറച്ച് കൂട്ടുകാരുള്ള ഞാൻ പറഞ്ഞില്ല, അവന്മാരുടെ അടുത്ത് പോയി നിന്നു, തലേന്ന് പോയി നിന്നു. എനിക്കാണെങ്കിൽ രാത്രി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ഞാൻ ഇപ്പോൾ ഒരു 3 മണിയായപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ബാംഗ്ലൂർ പോയി. അതുവരെ കുഴപ്പമില്ലായിരുന്നു. ബാംഗ്ലൂർ എത്താറ് ആ ഹൊസൂരൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പയ്യെ മറ്റേ പെരുപ്പ് തുടങ്ങി. പെരുത്ത് അത് വേണം തുടങ്ങിയ എനിക്ക് ഈ തവണ എനിക്ക് അന്ന് ബൈക്ക് ഓടിച്ചു വന്നപ്പോൾ അങ്ങനെ പെടല് വേണ്ട. സാധാരണ ഹെൽമെറ്റ് വെക്കുമ്പോൾ എപ്പോഴും എനിക്ക് വരുന്ന, പക്ഷെ എന്താ അറിയത്തില്ല അതില്ലായിരുന്നു. അതിൻ്റെയും കൂടെ ചന്തിക്ക് കയറി ഈ എൻ്റെ പോന്നെ. ഞാൻ അപ്പം ബാംഗ്ലൂർ വന്നൊരു അവിടെ ഒരു എനിക്ക് തോന്നുന്നു 3-4 ദിവസം ഉണ്ടായിരുന്നു തോന്നുന്നു. അവിടെ 3-4 ദിവസം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന അവിടുന്ന് ഇറങ്ങി ഒരു 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും പെരുപ്പ് തുടങ്ങി പെരുത്ത് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഞാൻ ഇങ്ങനെ വിചാരിച്ചത് എവിടെയെങ്കിലും ഏതെങ്കിലും മറ്റേ ചെറിയൊരു മെത്ത പോലത്തെ കിട്ടുമായിരുന്നെങ്കിൽ കൊള്ളാനെന്ന് പറഞ്ഞ് ഇങ്ങനെ വന്നപ്പോ കറക്റ്റ് സൂക്ഷം പോലെ ഒരുത്തനാണെങ്കിൽ മറ്റേ മെത്തകള് വിൽക്കുന്ന ചെറിയ സാധനം അവിടെ ഒന്നും നോക്കിയില്ല. അത് അയ്യോ അവിടെ കയറി അതോ ഞാൻ വാങ്ങിച്ച വണ്ടി വെച്ച് ഇപ്പഴേ ഇരിപ്പുണ്ട്, ഇവിടെ ഇരിപ്പുണ്ട്. ആ സാധനം ആ ഒരു സ്ക്വയർ ഷേപ്പുള്ള സാധനം വാങ്ങിച്ചു വെച്ച് അത് വെച്ച് കഴിഞ്ഞപ്പോ എന്തോ സുഖമായിരുന്നു അറിയാം. ഈ ബൈക്ക് ഓടിക്കും ഉറക്കം വരുന്ന ഒരു സീനുണ്ട്, അതും ഭയങ്കര, അത് നല്ല സുഖ ഉറക്കം അപ്പൊ വരും. ഞാൻ ഇതുപോലെ പോയപ്പം ഞാൻ വിചാരിക്കുന്ന ഉറക്കം വരും, പക്ഷെ സീനില്ല, എനിക്ക് കണ്ണ് തുറക്കാം കുഴപ്പമില്ലെന്ന് വിചാരിച്ചാ പോകുന്നത്. പക്ഷെ കുറച്ചു നേരം കഴിയപ്പെട്ടല്ലോ ഉറങ്ങിയാ വണ്ടി ഓടിക്കുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി സീനായി. അപ്പൊ തന്നെ ഞാൻ ചവിട്ടി. പക്ഷെ കുറച്ചേരം ഞാൻ ഉറങ്ങി ഓടിച്ചു കേട്ടോ. കുറച്ചേരം ഞാൻ ഒരു 2-3 സെക്കൻഡ് ഉറങ്ങി. എന്റെ ഒരു കൂട്ടാൻ എന്റെ പിള്ളേർ എടുത്തോണ്ട് പോയി വണ്ടി അവനെ ഓടിച്ചോണ്ട് അങ്ങ് ഉറങ്ങി. അത് തലേന്ന് പറഞ്ഞാൽ ക്രിസ്മസിന് ഇന്ന് ഞങ്ങൾ എറണാകുളത്തേക്കുന്ന സമയമാണ്. ക്രിസ്മസിന് പാർട്ടിയൊക്കെ കഴിഞ്ഞ് അടിച്ചെല്ലാം സെറ്റായിട്ട് ഇവനാണ് ഞാൻ പറഞ്ഞ ഇടം ഉറങ്ങിയിട്ടില്ല. ഇവൻ ജോലി ചെയ്തിട്ട് വന്നു, കള്ളു കുടിച്ചു, ഫുഡ് അടിച്ചു, ഇത്രയും ക്ഷീണമാണ്. അത് ജോലി ചെയ്യുന്നതിന്റെ ക്ഷീണം വേറെ, അത് കഴിഞ്ഞിട്ട് ഇത്രയും കള്ളുകുടിയും ഫുഡ് അടിയും കൂടെ കഴിയുമ്പോഴത്തേക്ക് ആ ക്ഷീണം വേറെ. ഇവൻ ഞാൻ പറഞ്ഞത് എൻ്റെ അന്ന് കാറുണ്ടായിരുന്നു അവിടെ, മറ്റേ ഞാൻ ക്യാബ് ഓടിക്കുന്ന സമയമായിരുന്നു. അപ്പം ഒരു കാര്യം എന്നോട് പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ പോയി കിടന്നിട്ട് പയ്യെ രാവിലെ കഴിഞ്ഞിട്ട് ഇവൻ്റെ രാവിലെ എന്തോ മറ്റേ ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു. 10 പഠിച്ച പിള്ളേരുടെ ഗെറ്റ് ടുഗദർ കൂടാൻ പോയതാ. ആലപ്പുഴ ആയപ്പോഴത്തേക്ക് നേരെ വണ്ടിയും കൊണ്ട് ഉറങ്ങിക്കൊണ്ട് പോയി ഏതോ ഒരു ഓട്ടോ അടിയില്ലെങ്കിൽ രാത്രി എന്നെ വിളിച്ചു. ഞാൻ ഇവിടുന്ന് ഇനിക്കാനാ, ഞാൻ ഉറങ്ങുമായിരുന്നല്ലോ. പിന്നെ അവൻ അവിടെ അടുത്തുള്ള ആലപ്പുഴ എങ്ങാണ്ടുള്ള ഒരു കൂട്ടുകാരെ വിളിച്ച് അവൻ്റെ വീട്ടിലെങ്ങാണ്ട് പോയി അവന് ഗെറ്റ് ടുഗദറിനും പോയില്ല. ഇത് ഭയങ്കര സീൻ. അതാണ് നമ്മൾ വിചാരിക്കത്തില്ല ഉറങ്ങുന്നു. നമുക്കിങ്ങനെ ഒരു ഉറക്കം വരുന്നുണ്ട്, നമ്മളിങ്ങനെ എണ്ണീറ്റിട്ടുണ്ട്. അതുപോലെ കാറ് ഭയങ്കര കാറ് എനിക്ക് ഇതുവരെ അങ്ങനെ ഉറക്കം ഇഷ്ടം പോലെ ഉറങ്ങി ഓടിച്ചിട്ടുണ്ട്. കാറ് നമ്മളങ്ങ് ഉറങ്ങി പോവടാ. വണ്ടി ചവിട്ടണം, അല്ല പണി കിട്ടും. എനിക്കൊരു 1-2 തവണ എന്റെ കയ്യിൽ നിന്ന് വണ്ടി കയ്യിൽ നിന്ന് പോയിട്ടില്ല. ഇങ്ങനെ ഉറങ്ങി പെട്ടെന്ന് എണീറ്റ് പിന്നെ വണ്ടി സൈഡിൽ അങ്ങ് നിർത്തും. എന്നാലും വരും ഉറക്കം വരും. ഉറക്കം വന്നിടം തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ സംസാരിച്ചിരുന്നാലും കാര്യമില്ല, നമ്മൾ ഉറങ്ങിപ്പോകും. ഞാനോ ഉറക്കം ഉണ്ടെങ്കിൽ വണ്ടി തൊടത്തില്ല, കയ്യിൽ പോകുന്ന അറിയാം. അത് സ്ഥിരം മറ്റേ ബാംഗ്ലൂർ പോകുന്ന സമയത്താണ് ഈ സീൻ. കാരണം വേറെ ഒന്നും ചെയ്യാനില്ല, രാത്രിയിലാണ് പോകുന്നത്. രാത്രി പോകുമ്പോൾ തന്നെ ട്രാഫിക് ഇല്ല, ഇങ്ങനെ നമ്മൾ ചവിട്ടി പിടിച്ചോണ്ടിരിക്കാനല്ലേ ഉള്ളൂ. ഗിയർ മാറണ്ട, ഓട്ടോമാറ്റിക് വണ്ടിയാ ഏറ്റവും സീൻ. ഇത് പിന്നെ ഒന്നില്ലെങ്കിലും കാലെടുത്ത് ഇടിച്ചു കുത്തി, മീൻസ് സ്പീഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഇടിച്ചു കുത്തി നിൽക്കും. മറ്റേത് കാലെടുത്ത് നിൽക്കുമോ കൊണ്ടിരിക്കല്ലയോ, എവിടെയെല്ലാം പോയി കയറും. ഓട്ടോമാറ്റിക് വണ്ടി ഭയങ്കര സീനാണ്. നിനക്ക് ഓട്ടോമാറ്റിക് വണ്ടിയാണോ മാനുവൽ വണ്ടിയാണോ? എനിക്ക് ഓടിക്കാൻ ഇഷ്ടം എന്ന് വെച്ചാൽ ഇപ്പം
ട്രാഫിക് ഇല്ലെങ്കിൽ മാനുവൽ. പക്ഷെ ശരിക്കും പറഞ്ഞാൽ സുഖം ഓട്ടോമാറ്റിക് ആണ്. എനിക്ക് ആ സുഖമായിരിക്കും ഇപ്പൊ കൂടുതൽ ഇപ്പം. പക്ഷെ എന്നാലും നമുക്ക് ആ ഓടിക്കണം എന്ന് തോന്നുമ്പോൾ മാനുവൽ ആണ് ഇഷ്ടം. പക്ഷെ എന്നാലും ഓട്ടോമാറ്റിക് എന്തോ കംഫർട്ടബിൾ ആണ്. ഒന്നും കംഫർട്ടബിൾ ആണ്. പക്ഷെ എന്നാലും ഒരു വണ്ടി ഓടിക്കുമ്പോ ഒരു എനിക്ക് ഇച്ചിരി സൗണ്ട് ഉള്ള വണ്ടിയൊക്കെ ആണെങ്കിൽ എനിക്ക് മാനുവൽ. എനിക്ക് ട്രാഫിക്കിലാണെങ്കിൽ കാരണം അത് വേർത്തിട്ടല്ല. കാരണം ഇപ്പൊ എല്ലായിടത്തും ട്രാഫിക്കും ഈ കയറ്റത്ത് ഓട്ടോമാറ്റിക് ആണോ ഒന്നും അറിയണ്ട. നമ്മൾ ചുമ്മാ ഇപ്പോഴത്തെ ഓട്ടോമാറ്റിക് വണ്ടിക്ക് എല്ലാം ഹിൽ അസിസ്റ്റ് ഉണ്ട്. വണ്ടിയൊന്നും അങ്ങനെ ഇറങ്ങത്തൊന്നുമില്ല. ഇത്രയും സുഖം അത് ഓടിക്കാൻ. ആ കംഫർട്ട് വെച്ച് നോക്കുമ്പോൾ മാത്രമേ എനിക്ക് ട്രാഫിക് മാത്രമേ ഉള്ളൂ കേട്ടോ ആ ഓട്ടോമാറ്റിക്കിനോട് താല്പര്യമുള്ളൂ. അല്ലാത്തപ്പം മറ്റേ ഓവർടേക്ക് ചെയ്യുന്നതും എനിക്ക് പിന്നെ എന്താ വെച്ചാൽ ആ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ അത് പണ്ട് എനിക്ക് ഇങ്ങനെ മെണച്ചോടിക്കുന്നതായിരുന്നു ഇഷ്ടം. പക്ഷെ ഇപ്പൊ എനിക്കെന്ന് പറഞ്ഞാൽ ജസ്റ്റ് പയ്യെ പോകാൻ സത്യം പറഞ്ഞ പയ്യെ പോയി താല്പര്യം. എനിക്ക് കത്തിക്കുന്ന എനിക്ക് ഇഷ്ടം. വണ്ടി ഓടിക്കുവാണെങ്കിൽ അത് ഫുള്ള് എക്സ്പ്ലോർ ചെയ്ത് ഓടിക്കണം വണ്ടി. എനിക്ക് എന്താ അറിയത്തില്ല. എനിക്കിപ്പൊ അതിനോട് താല്പര്യം എന്താ പറയാ. എനിക്ക് പയ്യ എനിക്ക് ഇഷ്ടമെന്ന് പറഞ്ഞാൽ എന്നാ അറിയില്ല. ആ ഇതെല്ലാം ആസ്വദിച്ച് ട്രാക്കൊക്കെ കേട്ട് അതാ എനിക്ക് ഇഷ്ടം. എന്ന് പറഞ്ഞാൽ പയ്യെന്ന് മീൻസ് നോർമൽ ഇത്. എന്നിട്ട് ഇപ്പൊ ആരെങ്കിലും ഉണ്ട് സംസാരിച്ചു ഞാൻ ഇങ്ങനൊക്കെ വിചാരിക്കും വണ്ടിക്കകത്ത് പയ്യൊക്കെ പോവാന്ന് വിചാരിക്കും. പക്ഷെ ചില സമയത്ത് അങ്ങോട്ട് ക്ലച്ച് ഔട്ട് ചെയ്യാം. വണ്ടിയുടെ എരപ്പ് അങ്ങോട്ട് ഇറക്കുമ്പോഴത്തേക്ക് പിന്നെ ഓടിക്കുന്ന വണ്ടിയുടെ ഉണ്ട് കേട്ടോ. വണ്ടി ഇതുപോലെ നല്ല സൗണ്ട് ഒക്കെ ഉള്ള വണ്ടിയാണ് നമുക്ക് പയ്യെ പോകാൻ പറ്റത്തില്ല. ചലക്കി പോകാനാ തോന്നുന്നു. എന്റെ i20 എനിക്ക് പയ്യെ പോകാൻ തോന്നാറേ ഇല്ല. അത് മറ്റേ ചവിട്ടുമ്പോഴേ ഇങ്ങനെ എരച്ചരച്ചാ നിൽക്കുന്നത്. പിന്നെ എനിക്കും ഒരു ഇതുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് കഴിഞ്ഞപ്പം മറ്റേതിനോടൊരു എന്താ പറഞ്ഞാൽ എനിക്ക് ഒരു ആ ഒരു ഹരം പോയി. പിന്നെ ഞാനും ആലോചിച്ചു ഇനിയിപ്പോ വെറുതെ എന്തിനാ മെടക്കുന്ന വയ്യൊക്കെ പോവാന്ന്. എനിക്ക് അന്ന് ഇന്ന് എല്ലാം വണ്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭ്രാന്താണ്. ഒറ്റയ്ക്കാണെങ്കിൽ ഞാൻ ബൈക്കാണേലും അങ്ങനെ പോകത്തുള്ളൂ. വീട്ടുകാരുണ്ടെങ്കിൽ ഞാൻ മര്യാദയ്ക്ക് ഒരു 80-ലൊക്കെ പോകത്തുള്ളൂ. എനിക്ക് ബൈക്കാണേലും എനിക്ക് അങ്ങനെ ഞാൻ ക്രൂസേ ചെയ്യത്തുള്ളൂ. അല്ലാതെ ഇങ്ങനെ മറ്റേ ബൈക്ക് അല്ല. ബൈക്കിനകത്ത് ഞാൻ കിഴപ്പൊന്നും കാണിക്കുക. കിഴപ്പല്ല മീൻസ് മറ്റേ നമ്മളെ സ്കിൽസ് ഒന്നും കാണിക്കാറില്ല. ബൈക്ക് നമ്മൾ എപ്പോഴും ഒരു കാറാണേലും ക്രൂസ് ചെയ്ത് പോകാൻ എനിക്ക് ഇഷ്ടം. കാർ എനിക്ക് മറ്റേ പക്ഷെ ചില സമയത്ത് നമുക്ക് ഓണം ആ ക്ലച്ച് ആവട്ടെ ഗിയർ ഡൗൺ ചെയ്ത് പക്ഷെ ചില സമയത്ത് ഓണം. ചില സമയത്ത് നല്ല എനിക്ക് മറ്റേ ഹൈ റേഞ്ച് പോകുമ്പോൾ ചിലപ്പോ എനിക്ക് ഓണം. കാരണം മറ്റേ വളമൊക്കെ ഇങ്ങനെ ഇങ്ങനെ കയറ്റി ആ ഒരു ഫീല് അതൊരു ഫീലാണ് സത്യം പറഞ്ഞ. ഇപ്പം നീ ജോലി ഇപ്പൊ പൈസ കിട്ടുന്നുണ്ടല്ലോ, എന്തോ മേടിക്കാൻ എന്തോ ആഗ്രഹം. നീ എന്തിനാ ജോലി ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ പൈസ നിനക്ക് എന്തോ ഒരു ആഗ്രഹം കാണുമല്ലോ. എനിക്കൊരു ഫോർച്യൂണർ, എനിക്ക് റേഞ്ച് റോവർ വില, അതുപോലെ മെറ്റീരിയൽ സാധനം എന്തോ ആഗ്രഹം. വണ്ടി എനിക്ക് ഇത് രണ്ടേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. വേറെ ഒന്നിനോട് എനിക്ക് ആഗ്രഹമില്ല. ഫസ്റ്റ് മറ്റേ റേഞ്ച് റോവറിനോടും അത്ര എനിക്ക് താല്പര്യമില്ല. എനിക്ക് ഫോർച്യൂണർ ഇറങ്ങിയപ്പോൾ തൊട്ട് ഞാൻ അത് ഫോളോ അപ്പ്. ഇറങ്ങിയ സമയത്ത് 19.5 ലക്ഷം രൂപകളാണ് ടൈപ്പ്. ഇപ്പൊ 60 ലക്ഷം രൂപ. ഞാൻ അന്ന് തൊട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫോർച്യൂണർ. അഫോർഡ് ചെയ്യാൻ പറ്റുമോ? ഇത് മേടിക്കാൻ വാങ്ങിക്കുന്നതിന് എന്തുവാ മേടിച്ചാ പിന്നെ ജീവകാലം മുഴുവൻ കടത്തിലാകത്തില്ല. ഇല്ല, രണ്ട് കാര്യമുണ്ട്. ഒന്ന് ടൊയോട്ടയുടെ വണ്ടി ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ മെയിൻ്റനൻസും ഇതും ചാർജും ഒന്നും വരുന്നില്ല. ഞാനിപ്പോ ആലോചിക്കാൻ ഇപ്പൊ എന്റെ ഒരു 60 lakhs ഉണ്ടെങ്കിൽ ഞാനത് എങ്ങനെ എനിക്ക് റിട്ടയർ ചെയ്യാനുള്ള, ഇൻവെസ്റ്റ് ചെയ്ത് പണിയെടുക്കാതെ ജീവിക്കാനുള്ള കാര്യം ഞാൻ നോക്കി. എടാ അതിപ്പോ നിനക്ക് 60 ലക്ഷം എന്നുള്ളൊരു സാധനം വരണമെങ്കിൽ നമ്മളിപ്പോ ബൾക്കായിട്ട് കൊണ്ട് 60 ലക്ഷം കൊണ്ട് കളയുമല്ലോ. നമുക്ക് കിട്ടുന്ന പൈസ കുറച്ച് സേവ് ചെയ്യുന്നു, കുറച്ച് വണ്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യും. എനിക്ക് എല്ലാം വേണ്ടേ. ഞാൻ പക്ഷേ ഇപ്പൊ 60 ലക്ഷം ഉണ്ട്. 60 ലക്ഷം ബൾക്കായിട്ടല്ലല്ലോ. അത് അതേസമയം എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേറെ എനിക്ക് ചില്ല് ചെയ്യണം. അതായത് ഒന്നും ചെയ്യാതെ എനിക്ക് ജീവിക്കണം. അതിനോട്ടാണ് ഞാൻ നോക്കുന്നത്. അത് എനിക്ക് അതും ഉണ്ട്. പക്ഷേ ഫസ്റ്റ് പ്രിഫറൻസ് വണ്ടി. നിനക്കോ? എനിക്ക് ട്രാവൽ ചെയ്യണമെന്ന് ആഗ്രഹം. എവിടെയൊക്കെ പോയി വീടിന്റെ മുറിയിൽ നിന്ന് ഇറങ്ങാത്ത ഇവൻ എന്നെ ഇവിടെ ഇറങ്ങാൻ ഇവിടെ നിനക്ക് 5 രൂപ മെട്രോ ഈ ട്രെയിനെ കൂടെ നിനക്ക് എവിടെയൊക്കെ പോവാം. നീ എവിടെയെങ്കിലും പോയിട്ടുണ്ട്? നീ എവിടെ പോയിട്ടുണ്ട്? ഇവിടെ ഞങ്ങൾ കുപ്പി എടുക്കാൻ ഡെയിലി പോകുന്നുണ്ട്. വേലാപ്പൂര പോയിട്ടുണ്ട്. നീ എന്ത് പോയിട്ടുണ്ട്? അതാ മറ്റേ പരിപ്പ് അപ്പം. ഇവിടെ എന്തൊക്കെ സ്ഥലമാണ് നീ എന്തേലും കാണുന്നുണ്ട്? നീ എലിഫന്റ് കേവ്സ് കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ നീ എന്തുവാ എത്ര വർഷം പഴയ സെൻട്രൽ പാർക്കിൽ പോയിട്ടുണ്ട്. അത് ഇവിടെ തൊട്ടപ്പുറത്ത് ഈ പാർക്കിൽ അവിടെ പോയിട്ടുണ്ട്. പാർക്ക് അല്ല, സെൻട്രൽ പാർക്ക് എന്ന് പറഞ്ഞ വേറെ വലിയൊരു പാർക്കുണ്ട്. ഇവനാകെ പോകുന്നത് ഇവിടെ അണ്ണന്റെ ദോശയും മടങ്ങി കഴിക്കാനും പിന്നെ ഇവിടെ ഇടയ്ക്ക് മറ്റേ അണ്ണാ ദോശ മസാല ദോശ കഴിക്കാനും. അതും പോകത്തില്ല, ഓർഡർ ചെയ്ത് കഴിക്കുന്നത്. ഒരു ന്യായമായിട്ടുള്ള കാര്യം. മുംബൈ പോട്ടെ, നീ അല്ലാതെ വേറെ എവിടെ പോയിട്ടുണ്ട്? അല്ലാതെ തമിഴ്നാട്ടിൽ എവിടെ? തമിഴ്നാട്ടിൽ
കുറെ സ്ഥലങ്ങൾ പോയിട്ടുണ്ട്. പേര് ഞാൻ ഓർക്കുന്നില്ല. പിന്നെ എന്താ നാട്ടിൽ തന്നെ കൊല്ലത്ത് പോയിട്ടുണ്ട്. നിന്റെ വീട് പത്തനംതിട്ട കൊല്ലം വരെ പോവാൻ ഭയങ്കര ദൂരമാണ്. കൊല്ലത്തെ നമ്മളെ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ടായിട്ട് പോവും. കടയായിരിക്കും, അവിടെ പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ മെയിൻലി നോക്കുന്നത് ഫുഡ് അടിക്കാനും പിന്നെ ബീച്ചിൽ എവിടെ പോയതൊക്കെ ആലപ്പുഴ, കൊല്ലം, പിന്നെ തിരുവനന്തപുരം. അതൊക്കെ ഭയങ്കര ദൂരെയാണല്ലോ. അല്ല അത് ദൂരം കുഴപ്പമില്ല, നീ പോവാ. പക്ഷെ ഞാൻ ഇത്ര പറയത്തുള്ളൂ, നിനക്ക് ഇവിടെ ശനിയും ഞായറും അവധി. ഇവിടെ ഇത്രയും ഭയങ്കര ഒരു റെയിൽവേ സിസ്റ്റം ഉള്ളു. നിനക്ക് എവിടെ വേണമല്ലോ ശനിയും ഞായറും ഇവിടെ എന്തൊക്കെയാണല്ലോ നീ കണ്ടിട്ടുണ്ട്. എനിക്ക് കൂടുതലും ഞായറാഴ്ച അവധി ഉള്ളു. അല്ല നമ്മൾ ഒരേ സ്ഥലത്ത് തന്നെ ജോലി. ശനിയാഴ്ച മിക്ക ദിവസം അവധി കിട്ടാറുണ്ട്. അങ്ങനെ മിക്ക ദിവസവും കിട്ടാറുണ്ട്. നിനക്ക് ആ ദിവസത്തെ പൈസ കിട്ടുന്നില്ലല്ലോ, നീ വേണ്ടാന്ന് വെച്ചാൽ നീ അല്ല അത് ഇപ്പൊ ഈ കുറച്ചിടക്കായിട്ട് ഇപ്പഴും പോകാൻ തുടങ്ങി. പക്ഷെ അതിന് മുമ്പ് പോകുന്നൊന്നുമില്ല. ആള് കൂടിയതിനു ശേഷം അതെ, നീ ഇങ്ങോട്ട് ഇറക്കാതെ മതി കേട്ടോ. അപ്പൊ സൺഡേ കൂടുതൽ ഇവിടെ ബ്ലോക്ക് ഒക്കെ ആയിരിക്കും. ആര് പറഞ്ഞു ട്രെയിനകത്ത് എവിടെ ബ്ലോക്ക്? ആര് പറഞ്ഞു? നോക്ക് ട്രെയിനിൽ എവിടെ ബ്ലോക്ക്? ഇവിടെ മുംബൈയിൽ എല്ലാ ദിവസവും ബ്ലോക്ക് ഉണ്ട്. ട്രെയിനിൽ മെഗാ ബ്ലോക്ക് വരുന്ന 1-2 മണിക്കൂറത്തേക്ക്. അതെ, ഇവിടുന്ന് വാശി വരെ ഉള്ളൂ. ഇതിന് വാശി വരെ ക്യാബ് വിളിച്ചു അവിടുന്ന് കയറിപ്പോയാലും അതും 4 മണി വരെ ഉള്ളൂ തിരിച്ചു വരുമ്പോ ട്രെയിനിൽ. അല്ല അത് വേറെ ന്യായമായിട്ടുള്ള ഒരു ആഗ്രഹം പറ, അല്ല നടക്കാത്ത ആഗ്രഹം. ന്യായമായിട്ടുള്ള ആഗ്രഹമല്ലേ നമ്മള് ട്രാവൽ ചെയ്യുന്ന. നിനക്ക് ഇത്ര അത് നിനക്ക് പൈസ ആയിട്ട് ബന്ധമില്ലല്ലോ. എന്ത് പൈസ കൊണ്ട് എന്താണ് ഞാൻ പറഞ്ഞത്? നീ ഇപ്പം ജോലി ചെയ്ത് പൈസ ഉണ്ടോ? നിനക്ക് രാവിലെ എണ്ണിക്കാൻ ഒരു ആഗ്രഹം കാണുള്ളൂ, എനിക്ക് ഈ സാധനം വേണം, അതിന് വേണ്ടി ഞാൻ ഈ പൈസ ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ നിനക്ക് ഇപ്പൊ ഇത്ര പൈസ കിട്ടാൻ നിനക്ക് മേടിക്കാൻ ആഗ്രഹമുള്ള ഒരു സാധനം തന്നെ. എനിക്ക് കൂടുതൽ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നീ ചെയ്യുന്ന നീ പിന്നെ ഇങ്ങനെ തള്ളാതെ നീ ചെയ്യുന്ന കാര്യം പറഞ്ഞു. ഞാനത് ഞാൻ സമ്മതിച്ചില്ല. അല്ല നീ ഇപ്പൊ നിനക്ക് ഇപ്പൊ രാവിലെ ഇന്നലെ വൈകിട്ട് തന്നെ നിനക്ക് മസാല ദോശ വിചാരിച്ചു, നീ മസാല ദോശ വാങ്ങിച്ച് കഴിച്ചു. അതുപോലുള്ള സാധനം പറ. അതായത് നിനക്ക് പൈസ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് നീ ചെയ്യാത്തത്. അല്ലെ നിനക്ക് അത്ര പൈസ ഉണ്ടെങ്കിൽ നീ അത് ചെയ്യും. പ്രത്യേകിച്ച് ആഗ്രഹം എനിക്ക് ഇവിടെ നല്ല ഫോൺ മേടിക്കാൻ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് നിർത്തരുത്, അതായിരിക്കും നല്ലത്. ഐഫോൺ മേടിക്കാനോ നിന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. എനിക്ക് അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നും ഇല്ല സത്യം പറഞ്ഞാൽ. എനിക്ക് കൂടുതലും പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ല ജീവിതത്തിൽ. ഞാനും ആ ഒരു ഇതിലാണ്. എനിക്കും അങ്ങനെ പ്രത്യേകിച്ച് പണി എടുക്കണം, ഫുഡ് കഴിക്കണം, ഉറങ്ങണം, നല്ല രീതിയിൽ ജീവിച്ചു പോകണം, അത്രേ ഉള്ളൂ. ഇങ്ങനെ അങ്ങ് പോയാ ആ ഫ്ലോയിൽ അങ്ങ് പോയാൽ മതി. എനിക്ക് വേറെ കുറെ ആഗ്രഹങ്ങളുണ്ട്. നിങ്ങൾ എന്തോടെ എന്റെ ആഗ്രഹം ചോദിക്കും. ഇത്ര നേരം നിന്നോടൊക്കെ ചോദിച്ചില്ലാണ് നിന്റെ ആഗ്രഹം എന്താന്ന് ഇപ്പൊ ഒരുമാതിരി എനിക്കെല്ലാം അറിയാം. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് നിന്റെ ആഗ്രഹം പറ. എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞ പണിയെടുക്കാതെ, അതാ എനിക്കൊരു സ്ഥലം, എന്റേതായിട്ട് എനിക്കൊരു സ്ഥലം വേണം. ഒന്നെങ്കിൽ ഒരു അപ്പാർട്ട്മെന്റ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഇതുപോലത്തെ ഒരു സ്ഥലം, നല്ലൊരു സ്ഥലത്ത് അവിടെ നല്ലൊരു സ്റ്റുഡിയോ സെറ്റ് ചെയ്യണം. അതില് അതൊക്കെ വേറെ, അത് സെറ്റ് ചെയ്യണം. ഓക്കെ, അതെ. അതായത് ഒരു റിമോട്ട് പ്ലേസ്, അവിടെ വലിയ ആൾക്കാർക്കൊന്നുമില്ല. അവിടെ എന്റെ സ്വന്തമായിട്ട് ഒരു ഫ്ലാറ്റ്. ഞാൻ പറഞ്ഞ ഒന്നെങ്കിൽ അതില്ലെങ്കിൽ ഇതുപോലൊരു സ്ഥലത്ത് ഒരു അപ്പാർട്ട്മെന്റ്, അല്ലെങ്കിൽ ഒരു വീട്, ചെറിയൊരു വീട്. നമുക്ക് അത്യാവശ്യം ഇങ്ങനെ 2-3 സോഫയൊക്കെ ഇട്ട് നമുക്ക് ചില്ല് ചെയ്യാൻ പറ്റുന്ന, ഇവിടെ PS4 അങ്ങനത്തെ സാധനമൊക്കെ. പിന്നെ വെളിയിൽ വേറെ നമുക്ക് ചുമ്മാ നടക്കാനും കാട്ടിലൂടെ ഒക്കെ കയറി പോകാനും ട്രക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങള്. പിന്നെ ഇവിടെ ഒരു ചെറിയ ഫയർ പ്ലേസ്, ഇങ്ങനെ തീയൊക്കെ ഇടാൻ പറ്റുന്ന സ്ഥലം. നമ്മൾ വന്നിരുന്ന 2 എണ്ണൊക്കെ അടിച്ച് അവിടെ ഇരിക്കും. അങ്ങനെ ഒരു സ്ഥലം വേണം. അതാണ് എൻ്റെ ആഗ്രഹം. അതാണ് എൻ്റെ എൻഡ് ഗോള്. അവിടെ പറ്റുവാണെങ്കിൽ ഇപ്പം അവിടെ ചെറിയ റെസ്റ്റോറൻറ്റ് തുടങ്ങുക, ആൾക്കാർ വന്ന് കഴിക്കുക, നമ്മുടെ ഒരു സ്റ്റുഡിയോ തുടങ്ങുക, നമ്മൾ അതിൻ്റെ ഏറ്റവും ഒരു മുറിയിരുന്ന് എല്ലാവരും പോഡ്കാസ്റ്റ് എടുക്കുന്നു. അതാണ് എൻ്റെ ആഗ്രഹം. ഒരു റിമോട്ട് പ്ലേസ്, ഈ തിരക്കിൽ നിന്നെല്ലാം മാറി ഒരു പീസ് സ്ഥലം സ്വന്തമായിട്ട്. എനിക്കൊരു കഫേ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട്. എനിക്കുണ്ട്. എനിക്ക് കഫേ അല്ല, എനിക്ക് അതായത് നല്ല ഫുഡ്, ഹെവി സെറ്റപ്പ് അല്ല, നാടൻ സെറ്റപ്പ്. പക്ഷെ ബിയർ കൊടുക്കും. ഒള്ളി ബിയർ പറ്റുവാണ് എൻ്റെ ആയിട്ട് സ്വന്തമായിട്ട് ഒരു ബിയറും കണ്ണൽ ബിയർ ഡ്രാഫ്റ്റ് ചെയ്യാമല്ലോ നമുക്ക്. ഇവിടെ ഇന്ത്യ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കേരളത്തിൽ നടക്കത്തില്ല, ഭയങ്കര ടാക്സ് ആണ് കേരളത്തിൽ. അതിന് മാത്രം അതുപോലെ വരുമാനമുണ്ട്. മഹാരാഷ്ട്ര ആയാലും ഗോവയിലും മാത്രമേ തോന്നുന്നു എനിക്ക്. ഞാൻ പറയട്ടെ, ഇപ്പം നീ ഇപ്പം കേരളത്തിലാണെങ്കിൽ തന്നെ ബിവറേജ് നിൽക്കുന്നത് ടാക്സ് ഓൾറെഡി ടാക്സ് അടച്ചാണല്ലോ. ആ പൈസക്കല്ലല്ലോ മാറി വെക്കുന്നത്. ഇപ്പൊ വേറൊരു സീനുണ്ട്. ഇപ്പൊ മറ്റേ ബഡ്വൈസർ ഒന്നും വരുന്നില്ല ഇന്ത്യയിലോട്ട്. ഇല്ലേ? നാട്ടിൽ ബഡ്വൈസർ ഇല്ല.
ബഡ്വൈസർ മാഗ്നം പ്രീമിയം ഒന്നുമില്ല. നാട്ടിൽ ഇപ്പൊ ചാത്തം ബിയറാണ് മുഴുവൻ. ഇവിടെ ഇപ്പൊ ഇവന്മാര് കലക്കുന്നതാണ്. നാട്ടിൽ മീൻസ് കേരളത്തിലാ? കേരളത്തിലില്ലടാ. ഞാൻ ഈ പ്രാവശ്യം നാട്ടിൽ പോയപ്പോ ഒറ്റ സ്ഥലത്ത് ബിയറില്ല. ആകെയുള്ള ഓഫീസേഴ്സ് ചോയ്സ് എന്ന് പറഞ്ഞ ഒരു ബിയറും പിന്നെ കിങ്ഫിഷറും. ഈ 2 സാധനം മാത്രമേ ഉള്ളൂ നാട്ടിൽ, വേറെ ഒന്നുമില്ല. എനിക്ക് ഇനി തോന്നുന്നു മറ്റേ അമേരിക്ക ടാരിഫ് ആ സീനാന്ന് തോന്നുന്നു. ഈ ചൂട് കാലാവസ്ഥ ഓരോ ബിയർ അടിക്കുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം? വളരെ നല്ല അഭിപ്രായം. നമുക്ക് കഴിയുമ്പോ പോവാം. പക്ഷെ അത് നാട്ടിൽ ഇപ്പൊ ഇല്ലടാ. സോറി, നാട്ടിൽ ഇപ്പം ബഡ്വൈസർ കിട്ടാനില്ല. നാട്ടിൽ ആകെ കൊള്ളാവുന്ന ഒരു ബിയർ ഒന്ന് കേഫ് എനിക്ക് ഇഷ്ടം, പിന്നെ ഉള്ളത് ബഡ്വൈസർ മാഗ്നോ അല്ലെ പ്രീമിയോ മറ്റേ റെഡ്. അത് രണ്ടും ഇപ്പം ഇല്ല. ഇപ്പം ചാത്തനാ മുഴുവൻ വരുന്നത്. ഓഫീസേഴ്സ് ചോയ്സിന്റെ ഒക്കെ ബിയർ ഉണ്ടോ? ആ പോടാ, ഓഫീസേഴ്സ് ചോയ്സിന്റെ ബിയർ, ഓഫീസേഴ്സ് ചോയ്സിന്റെ കുപ്പി അടിച്ചിട്ടുണ്ട്. എന്നാ ശോകം. ബിയറുണ്ട്, ഞാനത് അങ്ങോട്ട് നോക്കി പോലും ഇല്ല കണ്ടിട്ട്. ഇപ്പൊ കിങ്ഫിഷറിന്റെ വേറെ ഉണ്ടാ, ക്വീൻ ഫിഷർ. ഞാൻ ആദ്യം ചാത്തനാണ്, പക്ഷെ അല്ല, അവന്മാരെ ഇറക്കുന്നതാണ് ഇത്. കിങ്ഫിഷർ നേരെ എല്ലാ സെയിം കുപ്പി, പക്ഷെ ക്വീൻ ഫിഷർ. പക്ഷെ കിങ്ഫിഷറിന്റെ ഫ്രണ്ട് ഒരു ഇച്ചിരി വേറൊരു ടൈപ്പ് കളി. ഇത് ഇച്ചിരി വണ്ണമൊക്കെ ഉള്ള ഒരു കിങ്ഫിഷർ. മറ്റേ എനിക്ക് തോന്നുന്നു ആ കിങ്ഫിഷറിന്റെ പെണ്ണാന്ന് തോന്നുന്നു, ക്വീൻ ഫിഷർ എന്നും പറഞ്ഞു. അതിപ്പോ ഉണ്ട്. നമുക്ക് ഒരെണ്ണം തുടങ്ങണം. എന്റെ ആഗ്രഹം സ്വന്തമായിട്ട് ഒരു ബിയർ ഡിസ്റ്റിലറി, ഒരു ബിയർ കഫേ. ഡിസ്റ്റിലറി ഒക്കെ നമ്മള് കുറെ പൈസ ഉണ്ടാക്കണം. നമുക്ക് വീട്ടിൽ ഇരുന്ന് ഉണ്ടാക്കാന്ന് ബിയർ. അഴിമതി കാണിക്കുന്നതിനും പെണ്ണ് പിടിക്കുന്നതിനും പീഡിപ്പിക്കുന്നതിനും ഒന്നും അല്ല സീൻ. ഇവിടെ ഇതുപോലെ ആൾക്കാർ ജീവിക്കാൻ വേണ്ടി ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് പൈസ പോകാതിരിക്കാൻ വേണ്ടി അത് ആകെ കിട്ടുന്ന ഈ കള്ളയിൽ നിന്ന് മാത്രമുള്ള പൈസ. അങ്ങനെ മഹാരാഷ്ട്രയിൽ ലീഗലാണോ കള്ളുണ്ടാക്കുന്നത്? ഗോവയിൽ എനിക്ക് തോന്നുന്നു ലീഗലാന്ന് തോന്നുന്നല്ലേ? അല്ലേ? എല്ലാം ഗവൺമെന്റ് ഗോവയിലാണെങ്കിലും നിനക്ക് യൂറോപ്പിലൊക്കെ വീട്ടിലിരുന്ന് മാറ്റാൻ അറിയോ? ഒരു സീനും ഇല്ല. സ്വന്തമായിട്ട് വേണം നമുക്കൊരു പ്ലാന്റ് തുടങ്ങാൻ വീട്ടിൽ, ഡിസ്റ്റിലറി. മറ്റേ ഇപ്പൊ യൂറോപ്പിൽ എങ്ങാണ്ടല്ലേ അവന്മാര് ഇത് തുടങ്ങിയത്? എന്തായിരുന്നു ഒന്ന് കുറെ ബ്രാൻഡ് ഇപ്പൊ തുടങ്ങി. മലയാളികളുടെ കുറെ സാധനം ഉണ്ടല്ലോ. നമ്മുടെ നാട്ടിൽ വൈൻ ഉണ്ടാക്കുന്നത് തന്നെ പറ്റത്തില്ലെന്നോ? ലൈസൻസ് വേണം. അതിനെല്ലാരും ഉണ്ടാക്കും, പക്ഷെ എന്നാലും പറ്റത്തില്ല. ശരിയാ, നമുക്ക് അറിയാത്തോണ്ടായിരിക്കും ചിലപ്പോ കേട്ടോ. ചിലപ്പോ ഇതിന് എന്തെങ്കിലും ലീഗലായിട്ടുള്ള സംഭവങ്ങൾ കാണും ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഡിസ്റ്റിലറി ഒന്നും കാണത്തില്ലല്ലോ, പ്രൈവറ്റ് ഡിസ്റ്റിലറീസ് ഉണ്ടല്ലോ. അല്ല, ഡിസ്റ്റിലറി സംഭവം ലെജിറ്റ് സാധനം പറ്റും, ലീഗലി ഓക്കെ ഉള്ള ഇതുപോലെ വലിയ ഫാക്ടറി ഒക്കെ പറ്റും. വലിയ ഫാക്ടറി ആയിട്ട് തുടങ്ങണ്ട, ചെറിയ സ്മോൾ യൂണിറ്റ് ആയിട്ട് ചിലപ്പോൾ തുടങ്ങാൻ, മറ്റേ MSME ആയിട്ട് തുടങ്ങാൻ പറ്റുമായിരിക്കും ചിലപ്പോൾ. ലൈസൻസ് കാണുമായിരിക്കും. അത് അറിയത്തില്ല അതിനെ പറ്റിട്ട്. സർവീസ് സെക്ടറിലോട്ട് കയറണമെന്ന് എന്റെ ആഗ്രഹം. അതായത് ഇതുപോലെ കാഫേ. എനിക്ക് ഭയങ്കര എന്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹം അത്. ഒൺലി ഫോർ മറ്റേ തന്തവൈബ് ആൾക്കാരല്ല, നോർമൽ നമ്മളെ വീട്ടിൽ ചില്ല് ചെയ്യാൻ വരുന്ന ആൾക്കാർ വേണ്ടിട്ട്. പക്ഷെ പൈസ ഉണ്ടാക്കുന്ന നമ്മൾ വിചാരിക്കും നമ്മളാ കേരള ഗവൺമെന്റ് കള്ളുപിടിച്ച് പോയത്. അല്ല, ഡെയിലി 150 രൂപയുടെ പെഗടിക്കുന്ന പൈൻ്റ് അടിക്കുന്ന അമ്മമാരാ പൈസ ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മളെ നാടില്. നമ്മള് വല്ലപ്പോഴും പോയി ഒരു കുപ്പിയെടുത്ത് അടിക്കുന്നതല്ലേ, കുമാര് ഡെയിലി അടിക്കുന്നുണ്ട്. ഡെയിലി കൺസിസ്റ്റന്റ് 1000 രൂപയ്ക്ക് പണിയെടുക്കുന്നു, 700 രൂപയ്ക്ക് കള്ളു കുടിക്കുന്നു, 300 രൂപയ്ക്ക് വീട്ടിലോട്ട് സാധനം വാങ്ങിക്കുന്നു, ബാക്കി 500 രൂപയ്ക്ക് കള്ളു കുടിക്കുന്നു, 200 രൂപയ്ക്ക് വീട്ടിലോട്ട് സാധനം വാങ്ങിക്കുന്നു, ബാക്കി 300 രൂപ സേവ് ചെയ്തു. പ്ലാൻ അവരുടെ പ്ലാൻ കൺസിസ്റ്റന്റാ, അവര് ഹാപ്പിയാ. ഇത്ര കൺസിസ്റ്റൻസി ഉള്ള ഒരു വിവാഹം നമ്മള് ആലോചിച്ച് നോക്കി. ഇത്രയും കാശ് കിട്ടിയിട്ട് ഒരു സന്തോഷമില്ല, മയരുമില്ല, ഒന്നും ഇല്ലാത്തൊരവസ്ഥ. പക്ഷെ നമ്മളാണേലും ഇപ്പം നല്ല കട്ടിപ്പണി എടുക്കുകയാണെങ്കിൽ ആരാണല്ലോ അടിച്ചു പോകും, അല്ലെ ഒരു ബീഡി വലിക്ക്. ഇവന്മാരെന്താണ് ഈ തമ്പാക്കൊക്കെ വെക്കുന്നത്? കാരണം അവന്മാരെല്ലാം ഈ മിനിമം വേജ് ജോലിക്കാർ, അതുപോലെ കട്ടിപ്പണി എടുക്കുന്നുണ്ട്. അപ്പൊ അവന്മാർക്ക് വിലയോ തുച്ഛം എന്തേലും ഒരു ആശ കഴിക്കുക പോലും വേണ്ട. ഈ സാധനം തിന്നാ വിശക്കത്തുമില്ല, ഇന്ന് പണി എടുത്തോണ്ടിരിക്കും. അതുപോലെ ഒരു എന്തേലും വേണം. അങ്ങനത്തെ പണി എടുക്കുന്നവരെ അത് ഇല്ലാതെ അവർക്ക് പറ്റത്തില്ല, അല്ല നടക്കത്തില്ല, അത് ഇമ്പോസിബിൾ അത്. കാരണം അത്രയ്ക്ക് സ്ട്രെയിൻ അത്. പക്ഷെ നമ്മുടെ ഒരു ഇപ്പൊ ഹാൻസനൊക്കെ എന്തുവാ, ഷാറുഖ് ഖാനൊക്കെയാ അംബാസഡർ ഒക്കെ ഇരിക്കുന്നത്, മറ്റേ വിമല് തമ്പാക്കിനൊക്കെ. പിന്നെ എന്തോ ഇൻഡസ്ട്രിയാണ് ഇന്ത്യയുടെ, എന്തോ വലിയ. നിനക്ക് ജെയിംസ് ബോണ്ട് അറിയാം, പണ്ടത്തെ PS ബ്രോസൺ, പുള്ളി വന്നൊരു അഭിനയിച്ചിട്ടുണ്ട് ഒരു പരിചയത്തിൽ തമ്പാക്കിന്. പുള്ളിക്ക് അറിയുന്ന പോലും ഇല്ല തന്നെ. വിമലിനകത്ത് മറ്റേ ഇയാളുണ്ടല്ലോ, അക്ഷയ് കുമാർ, ഷാരൂഖ് ഖാന്, സൽമാൻ ഖാനും ഉണ്ടെന്ന് തോന്നുന്നു. എല്ലാരും ഉണ്ട്. ഇതിനൊക്കെ വലിയ ഇൻഡസ്ട്രി. ഇതിനൊക്കെ പൈസ അവരെ വെച്ച് അഡ്വർടൈസ്മെന്റ് മാർക്കറ്റ് ചെയ്യണമെങ്കിൽ അപ്പൊ ആ ഇൻഡസ്ട്രി കിട്ടുന്ന വരുമാനം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതാണ് വെറും നീ നാളെ പാക്കും ചുണ്ണാമ്പും മാത്രം വിറ്റ, അതിനകത്ത് കുറച്ച് ഫ്ലേവർ ഇട്ട്. വിമല കഴിച്ചിട്ടുണ്ടോ? നമ്മൾ അവിടുത്തെ ഫ്ലോർ ലിസ്റ്റ് ഓടിക്കുന്നവൻ എപ്പോഴും മറ്റേ ചാച്ചോ നടക്കുന്നതാണ്, അതാ വിമല്.
അത് എന്തുവാ ഒന്നുമില്ല, അതിനകത്ത് കുറച്ച് പാക്കുണ്ട്, വേറെ ഒന്നുമില്ല. ടൊബാക്കോ അല്ല സാധനം, നോർമൽ സാധനം. മറ്റേ പാക്കും ഇതുണ്ടല്ലോ ചുണ്ണാമ്പും പിന്നെ കുറച്ച് ഫ്ലേവറും ആഡ് ചെയ്യും. ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല, എനിക്ക് ട്രൈ ചെയ്യാൻ തോന്നിയിട്ടില്ല. എനിക്ക് അതെ ഒരു ബാഡ് ആയിട്ടാ തോന്നുന്നത്. അത്രയും ലോക്കൽ സാധനമായിട്ട് എനിക്ക് തോന്നുന്നു. ലോക്കലൊന്നുമല്ല, നല്ല നോക്കുന്ന പോലെ ഉള്ളൂ. കഴിച്ചിട്ടുണ്ടോ? ഏത് ഈ കുപ്പിച്ചിലൊക്കെ വെച്ച് മരുന്ന്? കുപ്പിച്ചിലൊന്നും ഇല്ലടാ അതിനകത്ത്. അത് ഹാൻഡ്സ്, അതല്ല തമ്പാക്കല്ല. വിമലെന്ന് പറ, അത് തമ്പാക്കല്ലേ നീ പറയുന്നത്? അതല്ല വിമലെന്ന് പറഞ്ഞ മറ്റേ എടാ നീ ആ പാക്കറ്റ് ഉണ്ടല്ലോ ഓറഞ്ചും ചോപ്പും, അതിങ്ങനെ ചുമ്മാ വായിക്കാം. അതല്ല അത് ചുമ്മാ ഇടുന്നത്, അത് തമ്പാക്ക്. എടാ അതിന്റെ ഫ്ലേവർ സ്പ്രേ ഉണ്ട് രാജസ്ഥാനിൽ. ഞാൻ മറ്റേ നമ്മുടെ അവിടെ ഉണ്ടായിരുന്നു, അത് അടിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ മണമാണ് വരുന്നത്. ഇത് വിമലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ എന്താ നമ്മളിപ്പോ പാസ് ഇല്ലയോ, പാസ് അതുപോലെ ഉള്ളു. മിന്റ് അല്ല, പക്ഷെ അതിന്റെ കൂട്ടത്തില് ഇച്ചിരി കിക്ക് വരാൻ വേണ്ടി അമ്മമാര് ചുണ്ണാമ്പ് കൂടെ ഇട്ടിട്ടുണ്ട്. സാധനം പാക്കാം. പക്ഷെ ഇത് ഉപയോഗിക്കുന്നവന്മാരുടെ പല്ലൊക്കെ എന്ത് ശോകമാണ്. അതിപ്പോ നീ മുറുക്കുന്നവരുടെ പല്ല് കണ്ടിട്ടില്ലയോ? എടാ ഞാൻ അല്ലെങ്കിൽ ഇവർക്ക് കണ്ണാടി നോക്കുമ്പോ ഇത് ചെയ്യണ്ടെന്ന് തോന്നുന്നു. അവന്റെ പല്ല് കണ്ടിട്ടില്ല, ഇത് കാണുമ്പോ തോന്നില്ല. ഇപ്പൊ നമുക്ക് മോന്തയിൽ ഒരു കുരു വരുവാണല്ലോ, അല്ലെ മുടി പോവാണോ, നമുക്കൊരു ഇത് തോന്നുമല്ലോ, ഇൻസെക്യൂരിറ്റി. ഇവന്മാർക്കൊന്നും ഒരു പ്രശ്നമില്ല. എനിക്ക് തോന്നുന്നു ഇവന്മാരുടെ ഏരിയയിൽ എല്ലാരും ഇങ്ങനെ, അപ്പം അതായിരിക്കും നോർമൽ. ഇല്ല, നീ ഇങ്ങോട്ട് ഇവിടെ നോക്കി കഴിഞ്ഞാൽ എല്ലാവരും വായിക്കാതെ നീ ഓട്ടോ കയറി ഏതല്ലോ എല്ലാം ഉറപ്പാ. ഇവിടെ ആരും നോക്കിയാലും എല്ലാരും ഇതായിരിക്കും. എല്ലാരും മറ്റേ ഏതൊരു ഓട്ടോ കയറിയാലും ഉടനെ ഇങ്ങനെ ഈ സാധനമായിരിക്കും പരിപാടി. ഇവിടെ അത് ഒരു റോഡ് സൈഡിൽ പോയ വേറെ മറ്റേ സാധനം, മറ്റേ പൈസ. നമ്മളവരെ ഇൻസൾട്ട് ഒന്നും ചെയ്യുന്നില്ല, പക്ഷെ എന്നാലും വന്ന് പിടിച്ച് ഇങ്ങനെ വന്ന് നമ്മളെ പൈസ. പിന്നെ വേറെ മറ്റേ ചാട്ടവാറടിക്കുന്നു. അതല്ല, ഇപ്പൊ നമ്മള് പോയി പുറത്ത് ചായ കുടിക്കും അല്ലെങ്കിൽ ഒരു സിഗരറ്റ് നിൽക്കുന്നു, നമ്മളിതായിരിക്കും വന്നിട്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇതുപോലെ ദേഷ്യമുള്ള ഇവർക്ക് പോയി പണിയെടുത്ത് ജീവിച്ചൂടെ? മാത്രല്ല കേട്ടോ, പിള്ളേരെയൊക്കെ ഇങ്ങനെ ഗവൺമെന്റ് എന്തോ പോക്കൃത്തരമായി കാണിക്കുന്നത്. ഇതിനെയൊക്കെ പിടിച്ച് സ്കൂളിൽ പറഞ്ഞു വിട്ടൂടെ? മറ്റേ ഇവര് പോലീസിനെ കാണുമ്പോ ഇവർ ഓടും. എടാ ഈ ഫോറിനേഴ്സ് വരുമ്പോ എന്ത് ഷോവാണ്. കാരണം ഇവരുടെ വിചാരം ഈ ഫോറിനേഴ്സിന്റെ പൂത്ത പൈസയാണ്. നമ്മളെ അവന്റെ കൂടെ അലക്സിയുടെ ഒക്കെ പോകുമ്പോഴേ മറ്റേ ഷർട്ട് മേടിക്കാനൊക്കെ നിർത്തുമ്പോ ഇവനൊന്നും ഇങ്ങനെ പോകത്തില്ല, ഇവനോട് ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുക. നമ്മുടെ അവനാണെങ്കിൽ മറ്റേ ശമ്പളം കിട്ടാതെ ഓടെ നിൽക്കും പൈസ ഇല്ലാതെ. അവനോട് അവരുടെ വിചാരം സായിപ്പ് എന്ന് പറഞ്ഞ പൈസ. ഇവര് വന്നിട്ടേ നമ്മൾ ഐ കോണ്ടാക്ട് അവരുമായിട്ട് ചെയ്ത് പോയിട്ടുണ്ടോ? പിന്നെ അവര് ഇങ്ങനെ വന്ന് ദേഹത്ത് വന്ന് ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കും പൈസ. ഒന്നാമത്തെ കാര്യം ഇതുപോലെ ദേഹത്ത് വന്ന് ചൊറിയുന്നത് ഇഷ്ടമല്ല. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ എന്തേലും കുടിച്ചോണ്ടോ അല്ലെങ്കിൽ കഴിച്ചോണ്ടോ ഇരിക്കും. ഓക്കെ, നമുക്ക് അവർക്ക് ഫുഡ് വേണ്ട, അവർക്ക് ഫുഡ് മേടിച്ചു കൊടുക്കാറുണ്ട്. അവര് വന്ന് ചോദിക്കുമ്പോ നമ്മൾ അവർക്ക് കൂടെ കുറച്ച് മോമോസ് കഴിക്കാണ് നമ്മൾ മേടിച്ചു കൊടുക്കുക. അത് വേണ്ട, എന്നാലും ചായ മേടിച്ചു കൊടുക്കാതെ ചായ വേണ്ട, മതി. അവർക്ക് ഫുഡ് വേണ്ട, അവർക്ക് കാശ് മതി. എടാ ഇടയ്ക്ക് മേടിച്ചു കൊടുക്കാനോ കുഴപ്പമില്ല. ഇപ്പൊ നമ്മള് ചിലർക്കൊക്കെ പൈസ കൊടുക്കും, പക്ഷെ ഇത് ഡെയിലി ആർക്കാണേലും ഒരു നമുക്ക് കൊടുക്കാം. നമുക്ക് ഇപ്പൊ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരെ അല്ലെങ്കിൽ നമുക്ക് കാണുമ്പോ അറിയാലോ, ഓക്കെ ഇപ്പൊ ജെനുവിനാ എന്നുള്ളവര്. ഇതെന്തുവാ അവർക്ക് ആരോഗ്യത്തിന് എന്തുവാ കുറവെന്തുവാ? നമ്മൾ ചുമ്മാ അല്ലല്ലോ, നമ്മുടെ ഈ കാശുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെന്തോ ചുമ്മാ ഇരുന്നിട്ട് കിട്ടുന്നതാണോ കാശ്? നമ്മൾ അതുപോലെ അധ്വാനിച്ച അവർക്ക് വേണ്ട, അവർക്ക് അത്രയും ക്വാളിഫിക്കേഷനും കാര്യങ്ങളില്ല. അല്ലാതെ തന്നെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ജോലിയില്ലേ? ജോലി ഉണ്ടല്ലോ, ജോലി ചെയ്ത് ജീവിക്കരുതോ? എല്ലാവരും ജോലി ചെയ്തല്ലേ ജീവിക്കുന്നത്. എല്ലാവരും ഇങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ പോയി കൈകയറി അവർക്ക് അങ്ങനെ അത്രയും അവസ്ഥയൊന്നും അല്ല. അവർ ഇവിടെ ഉള്ളവരെ ഞാൻ കണ്ടിട്ടില്ല. നീ പണ്ട് ന്യൂസ് കണ്ടില്ല, ഇവിടുത്തെ പിച്ചക്കാരെ ഭയങ്കര റിച്ച് ആൾക്കാർ. ഞാൻ ഇതുവരെ ഞാൻ ഈ മുംബൈയിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഇതുപോലെ ഇവരെ ഞാൻ കണ്ടിട്ടില്ല ഒരിക്കലും ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ഒരു ഇത് ആയിട്ടുള്ള ആൾക്കാരല്ല. എല്ലാവരും നല്ല ഫിസിക്കലി നല്ല രീതിയിൽ എന്തോ റിലീജിയസ് ഇതുണ്ട്. ഇവരെ എന്തോ ഒരു ദൈവത്തിന്റെ ഒരു ഇതായിട്ടൊക്കെ കാണുന്ന എന്തോ ഉണ്ട്. അത് മറ്റേ അവരുടെ കാര്യമല്ലേ ഞാൻ പറഞ്ഞത് നോർമൽ ആൾക്കാരുടെ. അവരൊക്കെ അവര് മറ്റേ എന്തുവാ അർച്ചനാരി ഈശ്വരൻ ശിവന്റെ മറ്റേ ഒരു സെറ്റപ്പിൽ കാണുന്നതാണ്. അതല്ല ഞാൻ പറഞ്ഞത്. അവരൊക്കെ അവരെ സോഷ്യലി മാറ്റി നിർത്തുന്ന സൊസൈറ്റിയിൽ നിന്ന് മാറ്റി നിർത്തുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞ. നോർമൽ ആയിട്ടുള്ള ആൾക്കാർ വരുന്നുണ്ടല്ലോ, ഇവര് വന്ന് അങ്ങനെ ചൊറിയത്തോട് ഇവര് ഡീസന്റാ. ഇവര് വരും കൈ അടിക്കും, നമ്മളില്ലെന്ന് പറഞ്ഞാൽ അവര് പോകും. വേറെ ചിലരുണ്ട് കേട്ടോ, കലിപ്പാവുന്നവരും ഉണ്ട്. ട്രെയിനിലൊക്കെ ഉള്ളവന്മാരുണ്ട് ഇങ്ങനെ പൈസ കൊടുത്തില്ല കലിപ്പാവുന്നവരൊക്കെ ഉണ്ട്. എന്റെ ഒരു ദിവസം തമിഴ്നാട്ടിൽ പോയപ്പം ഇങ്ങനെ വന്നു. ഞാനന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. ജസ്റ്റ് എന്റെ ഫോൺ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ പൈസ ഇല്ല, വേണം ഗൂഗിൾ പേ തരാതെ. അപ്പൊ അവര് എന്റെ വന്ന് എന്റെ പോക്കറ്റെല്ലാം തപ്പി നോക്കുക. അപ്പൊ അവർക്ക് മനസ്സിലായി ഞാൻ കള്ളമല്ല പറഞ്ഞു, ശരിക്കും എന്റെ പൈസ ഇല്ല, ക്യാഷ് ഇല്ലത്.
അപ്പൊ അവരെന്നിട്ട് ലാസ്റ്റ് എന്നോട് സോറി പറഞ്ഞു, സോറി എന്നൊക്കെ. പക്ഷെ അവര് വന്ന് എന്നെ തപ്പുക പൈസ താന്നുള്ള രീതി. ഇതുപോലെ മുംബൈയിൽ ഒരു പ്രാവശ്യം ട്രെയിനിൽ എന്നെ വിശ്വസിക്കുന്നില്ല പൈസ ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്റെ അടുത്ത് പൈസ ഇല്ലെന്ന് പറഞ്ഞപ്പോ അവര് എന്നെ ചിരിച്ച് കാണിച്ചിട്ട് എന്റെ തലയൊക്കെ ഒരു ദിവസം നീ ഉണ്ടായിരുന്നല്ലോ അല്ലേ? നീ ഉണ്ടായിരുന്നു? അല്ല, എനിക്ക് ഇതുപോലത്തെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഞാൻ ട്രെയിനിൽ ചുമ്മാ ഇരുന്നപ്പോ എന്തോ 20 രൂപ എന്തോ കൊടുത്തു. അവരെന്നെ വന്നിങ്ങനെ അനുഗ്രഹിച്ചിട്ട് അവരെന്നെ ചിരിച്ചാൽ കാണിച്ചിട്ടു. ശരി, അവരെ ഓക്കേടാ, അവരെ ചാരിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഉള്ളിൽ നിന്ന് ചെയ്യണം. നമുക്ക് ചില സമയത്ത് തോന്നും, ചിലപ്പോ നമുക്ക് മനസ്സ് നൊന്നിട്ട് ചിലപ്പോ നമ്മള് ചിലപ്പം എന്തെങ്കിലും കൊടുക്കും. പക്ഷെ ഇത് വന്ന് അത് നമ്മൾ മറ്റേ ഇതൊക്കെ മോതലൊക്കെ പറ്റിയിരുന്നെങ്കിൽ തിന്നുമ്പോഴായിരിക്കും അപ്പൊ അത് നമുക്ക് വേറെ ഗിൽറ്റ്. ഇവര് വിശക്കുന്നു എന്നൊക്കെ ആയിരിക്കും പറഞ്ഞു നമ്മളിത് കഴിച്ചോണ്ടിരിക്കുക. അപ്പൊ പക്ഷെ നമ്മളും കൊടുക്കാറുണ്ട്. അപ്പൊ അത് നമ്മൾ കഴിച്ചോണ്ടിരിക്കുന്ന സാധനം നമ്മൾ വേറെ വാങ്ങിച്ച് നമ്മൾ കൊടുക്കാൻ റെഡിയാ. പക്ഷെ അത് അവർക്ക് വേണ്ട. അവന്മാരൊന്നില്ലേ ചിലപ്പോ ഈ കാശ് എല്ലാം കൂടെ കൂട്ടി വെച്ച് വല്ല കള്ളു കുടിക്കാനോ അങ്ങനെയൊക്കെ ഉള്ള ഇതിനായിരിക്കും പോകുന്നത്. പിന്നെ ഇവര് കൊറേ പേര് മറ്റേ ഈ സാധനം വിൽക്കാൻ പോകുന്നുണ്ട്, മറ്റേ മരുന്ന് വിൽക്കാൻ പോകുന്നുണ്ട്. എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. കോപ്പർക്കാരനെ ഓർമ്മയില്ല, നമ്മൾ അവിടെ വഴി സൈഡിൽ മറ്റേ ഇവിടെ ഇരിക്കുന്നവന്മാര് ഓർമ്മയാണോ? നീ ഉണ്ടായിരുന്നു ഒരു പ്രാവശ്യം നമ്മൾ ബൈക്കിൽ പോയിട്ട് വന്നപ്പോ ഇവിടെ ഈ റെയിൽവേ സ്റ്റേഷൻ ഈ മെട്രോയുടെ അടി കിടക്കുന്നവന്മാര് തമ്മിൽ കഞ്ചാവ് അടിച്ചിട്ട് മൊത്തം ഇത് പ്രശ്നമായിരുന്നു. അവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും പോലീസൊക്കെ വന്നു അവിടെ. ഇവരെ ഉപയോഗിച്ച് സ്കോർ ചെയ്യിപ്പിക്കുന്നുണ്ട്. അതായത് ഈ ഡ്രഗ് മാഫിയകളെ ഇവരെ ഉപയോഗിച്ച് കാരണം ഇവരെ ആരും പരിശോധിക്കാൻ പോകുന്നില്ല, ഒന്നും പോകുന്നില്ല, നൈസിലൊന്നും സ്കോർ ചെയ്തിട്ട് പോകുന്നുണ്ട്. ഇഷ്ടം പോലെ പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഇവരുടെ മേടിക്കും. ഞാനിവിടെ ആണെങ്കിൽ കൊച്ചു പിള്ളേരൊക്കെ എടുത്തോണ്ട് പോകുമ്പോ ആ പിള്ളേർ വെച്ച് ഉറക്കമാണ് ഫുൾ ടൈം. ഞാൻ നോക്കുമ്പോ മറ്റേ കഫ് സിറപ്പ് ഇതൊക്കെ കുടിപ്പിച്ച് മയക്കി കിടക്കുന്നതാണ്, നമുക്കറിയത്തില്ലല്ലോ. ആക്ച്വലി ഇത് മുംബൈ മഹാരാഷ്ട്രീയൻസ് അല്ല ഇവര് മറ്റേ മാർവാടികളും രാജസ്ഥാനിയും ഇപ്പൊ നമ്മുടെ നാട്ടിലും ഉണ്ട് ഇതുപോലെ. പക്ഷെ നമുക്ക് ചിലവരെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം തോന്നും. എന്ന് പറഞ്ഞാൽ പിള്ളേരെയൊക്കെ അടിച്ച് മോന്തൊക്കെ അടിച്ച് പഴിപ്പിച്ച് മോന്തൊക്കെ എന്ന് പറഞ്ഞാൽ തല്ലിയൊക്കെ നമുക്ക് എന്തായാലും നമ്മളിപ്പോ പോയി അവരോട് പോയി പറയോ ഇത് താനൊന്ന് പോക്കൃത്തര കാണിക്കാന്ന് നമുക്ക് വേണം പറയാം. പക്ഷെ അടുത്ത ദിവസം തൊട്ട് നമ്മളവിടെ ഇല്ല, നമ്മള് പോകും നമ്മളെ നോക്കി അവരെ നമുക്ക് രക്ഷിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിലോട്ടൊന്നും കൊണ്ടുപോകാൻ അങ്ങനെ മനസ്സുള്ളവരുണ്ടായിരിക്കും. പക്ഷെ അത് പ്രാക്ടിക്കൽ അല്ല, നമുക്കിപ്പോ അങ്ങനെ പറ്റുന്ന ഒരു അവസ്ഥയല്ല. അല്ല, നമുക്ക് അത് പ്രാക്ടിക്കലും അല്ല. എത്ര പേരെ കൊണ്ട് പക്ഷെ ഇതൊരു ഗ്യാങ് ആയിട്ടാണ് ആൾക്കാർ ഇപ്പം. ഇത് ആക്ച്വലി ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് നല്ല രീതിയിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഇത് വന്നു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങൾ. പക്ഷെ ആരും ഇത് ചെയ്യുന്നില്ല. ഇത്രയും എൻജിഒസും കാര്യങ്ങളും മാത്രം ആൾക്കാരുണ്ട് ഉണ്ട് അവർക്ക് വേണ്ടിട്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ ഇപ്പം വേറൊന്നും പറയുമല്ല, എല്ലാം നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അത് തന്നെ ഇവരുടെ ഒരു ഇതിനൂടെ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഗവൺമെന്റ് അത് ചെയ്യണ്ടേ? മറ്റേ പണ്ട് ട്രംപ് വന്നപ്പോ കെട്ടി അടച്ചുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ അങ്ങനത്തെ ഇതല്ലാതെ അല്ല. എൻജിഒസ് ഒക്കെ കാണും ഇങ്ങനെ, ഇഷ്ടംപോലെ എൻജിഒസ് ഉണ്ട്. നീ തന്നെ കാണുന്നില്ല, നമ്മൾ തന്നെ പോകുമ്പോ എന്തോരം എൻജിഒസ് ആവുള്ളൂ. കുറച്ചുപേരൊക്കെ രക്ഷപ്പെടുത്തുന്നുണ്ടായിരിക്കും, കുറച്ചുപേരൊക്കെ പറ്റിക്കുന്നുണ്ടായിരിക്കും. എല്ലാരും ഓരോ അവരുടെ ലൈഫിൽ അങ്ങ് പോവാ. നമുക്ക് എന്തോ ഭാഗ്യം, നമുക്ക് ആ ഇത് വന്നിട്ടില്ല അവസ്ഥ ഇതുവരെ. നമ്മളിപ്പോ ഞാനിങ്ങനെ വണ്ടി പോകുമ്പോ എപ്പോഴും ചിന്തിക്കും, ഇപ്പൊ ഈ സ്ലമ്മിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരുടെ ലൈഫൊക്കെ നോക്കുമ്പോൾ നമ്മളൊക്കെ എന്തോ മാത്രം ലക്കിയാണെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കും. 3 നേരം ആഹാരം കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ റിച്ചാണ്. എടാ സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും കിടന്നുറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ തന്നെ രക്ഷപ്പെട്ടു. ആഹാരവും നല്ല സ്ഥലത്ത് കിടന്നുറങ്ങാം, ബേസിക് നെസസിറ്റീസ്. അതായത് ഒരു ഷെൽട്ടർ, ഫുഡ്, നല്ല വെള്ളം. ഇവർക്ക് ഇതൊന്നുമില്ല. മറ്റേ ഓടയിലൊക്കെ മറ്റേ സ്ലമ്മിലൊക്കെ ജീവിക്കുന്നവർ അപ്പുറത്തെ ഓടയാ. ഇവിടെ ഇപ്പം പല ആൾക്കാരും ഫുഡിനെ പറ്റിയിട്ട് കംപ്ലൈന്റ് ചെയ്യുന്നു, അത് ചെയ്യുന്നു. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഇത്രയെങ്കിലും കിട്ടുന്നുണ്ടല്ലോ. പിന്നെ അറ്റ് ദ വേസ്റ്റ് നമ്മൾ കാശ് കൊടുക്കുന്നതിനനുസരിച്ച് കിട്ടുന്നില്ല എന്നുള്ള ഒരു ഇത് വരുമ്പോൾ നമ്മൾ ചോദിക്കും. പക്ഷെ എന്നാലും ഞാനൊരു പരിധി വരെ അങ്ങനെ ഫുഡിനെ പറ്റിയിട്ട് ഒരിക്കലും, കാരണം ഇത് തന്നെ വലിയ കാര്യം എന്നുള്ള രീതിയിൽ ഇരിക്കുക. നമുക്ക് അത്രേ ഉള്ളൂ. എത്രയോ ആൾക്കാരുണ്ട്, എത്രയോ പിള്ളേരുണ്ട്, അനാഥമായിട്ടുള്ള പിള്ളേരുണ്ട്. അതുപോലെ എത്രയോ ആൾക്കാരുണ്ട് ഒരു നേരത്തെ ഫുഡിന് വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പം അവരൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഭയങ്കര റിച്ച് എന്നേ പറയാൻ പറ്റും. 3 നേരം നല്ല അടിപൊളി ആഹാരവും കിട്ടുന്നുണ്ട്, കിടക്കാൻ സ്ഥലമുണ്ട്, നല്ലൊരു ഇതുണ്ട്. പക്ഷേ ഇപ്പം അതൊക്കെ മാറേണ്ട സമയം കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ജീവിക്കാനല്ലല്ലോ നമ്മള്. പിന്നെ ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് കൂടെ. ഇപ്പം നമ്മളിപ്പോ അവരോട് അവർക്കൊരു പ്രശ്നം, അതാ ഞാൻ പറഞ്ഞ നമുക്കായിരിക്കും സങ്കടം. അവര് ആ ഇതിലോട്ട് കണ്ടീഷൻ അല്ല, സങ്കടമൊന്നുമില്ല. അപ്പം നമ്മളത് കാണുമ്പോ ഈ പിള്ളേർ നടക്കുന്നത് എങ്ങനെ കാണുമ്പോ ഒരു ഇതുണ്ട്. അല്ലാതെ മറ്റവന്മാരെ നടക്കുന്ന കാണുമ്പോ സങ്കടമൊന്നുമില്ല. അവർക്ക് ചിലപ്പോ അവര് അതിൽ ഹാപ്പി ആയിരിക്കാം. ഹാപ്പി എന്ന് പറഞ്ഞാൽ അവർക്ക് അതേ അറിയത്തുള്ളൂ. അവരെ അതിൽ കൂടുതൽ ചിന്തിക്കാനുള്ള, അല്ലെ അവർക്ക് അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നുള്ളൊരു ചിലപ്പോ ഉള്ളവരും കാണും, ഇല്ലാത്തവരും കാണും. നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ആകെ ഇതേ ഉള്ളൂ, വിദ്യാഭ്യാസം കൊണ്ടേ രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. ഇപ്പം
എന്താ ഇപ്പൊ വിദ്യാഭ്യാസം ഉള്ളവരെ തന്നെ അവരുടെ പിള്ളേരെയും പഠിപ്പിക്കുന്നതൊക്കെ. അപ്പൊ അവന്മാരോട് പോയി പറയാം, നമ്മൾ പോയി നിങ്ങളെ കൊച്ചിനെ സ്കൂളിൽ ചേർക്കണമെന്ന് പറഞ്ഞാൽ അവന്മാർക്ക് ഒരു നേരത്തുള്ള ഭക്ഷണം പോലും കിട്ടുന്നില്ല. അപ്പൊ അവന്മാര് സ്കൂളിൽ പോകാനാണ്. അതാ ഞാൻ പറഞ്ഞ, അതിന് വേണ്ടിട്ട് ഗവൺമെന്റ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തുണ്ട്. ഗവൺമെന്റ് എന്തോരം ചെയ്യുന്നൊക്കെ ഉണ്ടോ, പക്ഷെ എല്ലാവർക്കും കിട്ടും. അങ്ങനെ നമുക്ക് എല്ലാം ശരിയാക്കാനൊന്നും പറ്റത്തില്ലല്ലോ. നടക്കുന്നുണ്ട്, ആർക്കറിയാം. ഇപ്പൊ നമ്മളാണേലും നമ്മൾക്ക് നമ്മുടെ വായി ഇപ്പൊ ഒരു കുറച്ച് മോമോസ് മേടിക്കുക, അല്ലെങ്കിൽ ഒരു വടാപ്പാവ് മേടിച്ചൂടെ, അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ല ഇപ്പൊ എന്ത് ചെയ്യാൻ, നമുക്ക് നമ്മുടെ കാര്യം നോക്കണ്ട്. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. 1 മണിയായി കേട്ടോ. അപ്പൊ നിർത്താം, നമ്മുടെ ചാറിറങ്ങി. അതെ, ഇനി ഈ എപ്പിസോഡ് ഇച്ചിരി തണുപ്പായിരുന്നു. തണുപ്പ്. അതെ, ഓക്കെ എന്നാ ശരി.